കേരളവും തമിഴ്നാടും സംയുക്തമായി നടപ്പിലാക്കുന്ന അതിസുപ്രധാനമായ സുരക്ഷാ അന്വേഷണ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്. കേരള ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി നടത്തിയ ചർച്ചയിലാണ് അയൽ സംസ്ഥാനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയുള്ള ഈ നിർണായക തീരുമാനം തമിഴ്നാട് മുഖ്യമന്ത്രി അറിയിച്ചത്. പദ്ധതിയുടെ പുരോഗതി നേരിട്ട് വിലയിരുത്താനും സംയുക്ത ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കാനുമായി വിജയ് ഉടൻ കൊച്ചിയിലെത്തും. അതിർത്തി കടന്നുള്ള ലഹരി മാഫിയ, കള്ളപ്പണ ഇടപാടുകൾ, അന്തർ സംസ്ഥാന ക്രിമിനൽ ശൃംഖലകൾ എന്നിവയെ വേരോടെ പിഴുതെറിയാൻ കേരള ആഭ്യന്തര മന്ത്രാലയം വിഭാവനം ചെയ്ത വിപുലമായ കർമ്മ പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. കേരള പോലീസിന്റെ പ്രത്യേക വിങ്ങും തമിഴ്നാട് സുരക്ഷാ സേനയും സംയുക്തമായാണ് ഇതിൽ അണിനിരക്കുന്നത്. അതിർത്തി മേഖലകളിലെ ക്രിമിനൽ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഇരു സംസ്ഥാനങ്ങളിലെയും ഇന്റലിജൻസ് വിഭാഗങ്ങൾ വിവരങ്ങൾ തത്സമയം പങ്കുവയ്ക്കും. ഇടുക്കി, പാലക്കാട്, വയനാട് അതിർത്തികളിൽ സംയുക്ത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച പരിശോധന ശക്തമാക്കും. അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് ശൃംഖലകളുടെ ബാങ്ക് അക്കൌണ്ടുകളും കള്ളപ്പണ ഇടപാടുകളും കണ്ടെത്താൻ തമിഴ്നാട് ക്യൂ ബ്രാഞ്ചും കേരള പോലീസും സംയുക്ത അന്വേഷണം നടത്തും. അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ രാഷ്ട്രീയ ഭേദമന്യേ ഇരു സംസ്ഥാനങ്ങളും ഒന്നിച്ചു നിൽക്കേണ്ടത് അനിവാര്യമാണ്. ഓപ്പറേഷൻ തൂഫാന് തമിഴ്നാട് സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്ത് നിന്ന് എല്ലാവിധ സാങ്കേതിക സുരക്ഷാ പിന്തുണയും ഉറപ്പു നൽകും. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് ഓപ്പറേഷൻ തൂഫാന്റെ വിജയസാധ്യത ഇരട്ടിയാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ കൊച്ചിയിൽ നടക്കുന്ന ഉന്നതതല യോഗത്തിൽ ഇരു സംസ്ഥാനങ്ങളിലെയും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിമാരും പങ്കെടുക്കും. ചെന്നിത്തലയുടെയും വിജയുടെയും നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ സംയുക്ത നീക്കം ദക്ഷിണേന്ത്യയിലെ ക്രമസമാധാന പരിപാലനത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കും. സ്കൂളുകളും കോളേജ് വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വലിയ ലഹരി ശൃംഖലകളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സംസ്ഥാന വ്യാപക ലഹരി വിരുദ്ധ ക്യാമ്പയിനാണ് ദി നാർക്കോ ഹണ്ട്. ലഹരി വിരുദ്ധ ബോധവൽക്കരണം കേവലം നിയമ നടപടികൾ മാത്രമല്ല, വലിയ രീതിയിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. തൂഫാൻ വാരിയർ പോലുള്ള പരിപാടികൾ വഴി വിദ്യാർത്ഥികളെ ലഹരിക്കെതിരെ അണിനിരത്തുന്നു. ലഹരി സംഘങ്ങളുടെ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിക്കാനും കള്ളപ്പണ ഇടപാടുകൾ തടയാനും കർശന നടപടികൾ സ്വീകരിക്കുന്നു. അന്തർ സംസ്ഥാന ലഹരിക്കടത്തിന് പൂട്ടിടാൻ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തി സ്ഥിരമായ ഒരു സംയുക്ത കോർഡിനേഷൻ സംവിധാനം രൂപീകരിച്ചിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്ക്ക് പുറമെ കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി ചെന്നിത്തല ഇതിനോടകം കൂടിക്കാഴ്ച നടത്തിക്കഴിഞ്ഞു. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലെ DGPമാരും കേന്ദ്ര ഇന്റലിജൻസ് മേധാവികളും തിരുവനന്തപുരത്ത് ഒത്തുചേർന്ന് ഈ പദ്ധതിയുടെ അതിർത്തി സുരക്ഷാ ഗ്രിഡിന് രൂപം നൽകിയിരുന്നു. ചെന്നൈയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകിയ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് കുട്ടികൾക്കും യുവാക്കൾക്കുമിടയിലുള്ള ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമാകാനാണ് കൊച്ചിയിലേക്ക് എത്തുന്നത്. ഇരു സംസ്ഥാനങ്ങളിലെയും പോലീസ് ഒന്നിച്ച് ലഹരിക്കടത്ത് മാഫിയകൾക്കെതിരെ ശക്തമായ നീക്കം നടത്തുമെന്നും അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇതുവരെയുള്ള നേട്ടങ്ങളിൽ തുടക്കത്തിൽ തന്നെ വലിയ വിജയം കൊയ്യാൻ ഓപ്പറേഷൻ തൂഫാന് കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 70 കോടിയിലധികം രൂപ വിലമതിക്കുന്ന മാരക ലഹരി വസ്തുക്കളാണ് ഈ ഓപ്പറേഷനിലൂടെ മാത്രം പിടിച്ചെടുത്തത്. സ്കൂളുകൾക്ക് സമീപം പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർക്കെതിരെയും കർശന നടപടികൾ തുടരുകയാണ്. ഇതുകൂടാതെ കേരളവുമായി കൈകോർത്ത് ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ പദ്ധതി നടപ്പിലാക്കുന്നതുപോലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സുരക്ഷാ സാമൂഹിക സഹകരണം ശക്തമാക്കാൻ മുൻകൈയുമെടുത്തു. സർക്കാർ സേവനങ്ങൾ സുതാര്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ഭരണ സംവിധാനങ്ങളിൽ വലിയ തോതിൽ ഡിജിറ്റലൈസേഷൻ തമിഴ്നാട് മുഖ്യമന്ത്രി നടപ്പിലാക്കി. സാധാരണക്കാരെ ബാധിക്കുന്ന വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനൊപ്പം തമിഴ്നാട്ടിലെ യുവാക്കൾക്കായി പുതിയ IT വ്യവസായ പാർക്കുകൾ വഴി ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാധിച്ചു. തമിഴ്നാട്ടിലുടനീളം യുവാക്കൾക്കിടയിൽ വലിയ തോതിലുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ വിജയകരമായി സംഘടിപ്പിച്ചു. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ സമയങ്ങളിൽ തമിഴ്നാട്ടിലെയും അയൽ സംസ്ഥാനങ്ങളിലെയും ബാധിത പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് കൃത്യമായ സഹായവും പുനരധിവാസവും ഉറപ്പാക്കാൻ വിജയുടെ നേതൃത്വത്തിന് കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.